Hi students, ലാസ്റ്റ് ഡേ നമ്മളപ്പോൾ പഠിച്ച് നിർത്തിയെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ആയിരുന്നു. ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, മാർക്കറ്റ് ഏരിയ, പ്രൊഡക്ട്സ് യൂസ്, അങ്ങനെ നമ്മൾ ബ്രാൻഡിനെ ക്ലാസിഫൈ ചെയ്തു. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ റെക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു ഗുഡ് ബ്രാൻഡ് നെയിമിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവേണ്ടത്? ദിസ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നല്ല ബ്രാൻഡ് നെയിം ആകുമ്പോൾ അതിനെന്തൊക്കെ പ്രത്യേകത വേണം? അത് ഈസി ടു പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതേപോലെ റിമെമ്പർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് വെരി ഹാർഡ്, വലിയ പാടുള്ളൊരു പേരാണെങ്കിൽ വി വോണ്ട് റിമെമ്പർ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഇഫ് യു വോണ്ട് ടു റിമെമ്പർ ഇറ്റ് by the customers, it should be very simple, that is easy to pronounce and also to remember. Second one, it should be short and sweet. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ടാറ്റ, ബാറ്റ, ബോംബെ ഡൈങ്, DCM, പനാമ, അങ്ങനെയൊക്കെ പറയാനാണ് വളരെ നമുക്ക് അപ്പീലിംഗ് ആണ്. നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ പേര് അപ്പീലിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. ദെൻ ഇറ്റ് ഷുഡ് പോയിൻ്റ് ഔട്ട് ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിനെ കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബ്രാൻഡ് നെയിം എങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരി ഗുഡ്. അമൂൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമൂൽ കമ്പനിയാണ് അത് ഉണ്ടാക്കുന്നത്. മിൽമയാണ് ഉണ്ടാക്കുന്നത്. സോ വി വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഹൂ ഈസ് പ്രിപ്പയറിങ്, ദാറ്റ് ഈസ് പോയിൻ്റ് ഔട്ട് ദി പ്രൊഡ്യൂസർ ഓഫ് ദ പ്രൊഡക്റ്റ്. ആൻഡ് ദ ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ബി ലീഗലി പ്രൊട്ടക്റ്റബിൾ. ബ്രാൻഡ് നെയിം എപ്പോഴും ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ട്രേഡ് മാർക്കിങ്. A brand that is legally recognized is known as trademark. ട്രേഡ്മാർക്ക് ഉണ്ട ഒരു ബ്രാൻഡാണെങ്കിൽ ഒരിക്കലും നമ്മളല്ലാതെ, പ്രൊഡ്യൂസർ അല്ലാതെ വേറൊരാൾക്കും അതിനെ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അറിവോടുകൂടി മാത്രമേ അത് വാങ്ങാനോ വിൽക്കാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് ബാക്കി ആർക്കും കൊടുക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ദ ലീഗൽ പ്രൊട്ടക്റ്റബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ബ്രാൻഡ്, മേക്കിംഗ് ഇറ്റ് എ ട്രേഡ് നെയിം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ. ദാറ്റ് ഈസ് ജനറൽ ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് മസ്റ്റ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈസിലി കോപ്പീഡ് ബൈ അതേഴ്സ്. പെട്ടെന്ന് വേറൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റരുത്, അല്ലേ? ഗ്ലൂക്കോസും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും വ്യത്യാസമാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട് പേര് ബിസ്ക്കറ്റിനിടുമ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് തെറ്റിദ്ധരിക്കണം. അപ്പോൾ അങ്ങനെയൊന്നും ആവരുത്, ഒറിജിനൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് ദ സാധാരണ ആൾക്കാർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. That is, it should be original. Then it should reflect the product dimension. പ്രൊഡക്റ്റ് എന്താണോ എന്നത് അതിലൂടെ കാണിക്കണം, അല്ലേ? ഇപ്പോൾ ഗുഡ് നൈറ്റ് എന്നുള്ള ഗോദ്രേജിൻ്റെ ആണെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ അറിയാം രാത്രിയിലത്തെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മോസ്കിറ്റോയുടെ. സോ ദർ ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ നെയിം ആൻഡ് ദി സിറ്റുവേഷൻ. ഗുഡ് നൈറ്റ്, ഉറങ്ങാൻ വേണ്ടിയിട്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻ കാണിച്ചു. അതേപോലെ പ്യൂമയുടെ പിക്ക് എന്ന് പറഞ്ഞ ഒരു പാന്തറാണ്, ഒരു പുലി ഓടുന്ന പോലെയാണ്. ബിക്കോസ് പ്യൂമ ഈസ് എ ബ്രാൻഡഡ് ഷൂസ്, സോ ഇറ്റ് വിൽ ഹെൽപ്പ് us in riding like a panther. അങ്ങനെ ഒരു ഐഡിയ കിട്ടും. ദിസ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് റിഫ്ലെക്ട് പ്രൊഡക്റ്റ് ഡയമെൻഷൻസ്. Okay, now we want to discuss what is the significance of a brand to a consumer and to a firm. എപ്പോഴും ബ്രാൻഡ് എന്നുള്ള കാര്യം എപ്പോഴും കൺസ്യൂമറിനും ഫേമിനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതെങ്ങനെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ്, ഇറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ദ പോയിൻ്റ് ഓഫ് പർച്ചേസ്. നമ്മൾ വാങ്ങുന്നിടത്ത് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ആ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബ്രാൻഡ് പേര് വെച്ച് തന്നെ. അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചർ സപ്ലയർ. ഏത് മാനുഫാക്ചറാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് തരുന്നത്, അല്ലെങ്കിൽ ഏത് സപ്ലയറാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് തരുന്നതെന്നുള്ളതും ഓരോ കൺസ്യൂമറിന് അറിയാൻ പറ്റും. ബിക്കോസ് ഒരു റിലയൻസ് ട്രെൻഡ്സ് എന്ന് വാങ്ങുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നതല്ല, റിലയൻസ് ഉണ്ടാക്കുന്ന ഡ്രസ്സല്ല. ദേ ആർ നോട്ട് ദ മാനുഫാക്ചർ, റിയൽ മാനുഫാക്ചേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓർ മാനുഫാക്ചർഡ് ബൈ സം അതർ കമ്പനി ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു റിലയൻസ് മോട്ട്, റിലയൻസ് ട്രെൻഡ്സ് ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഓൾ ദെയർ. അപ്പം റിലയൻസ് ശരിക്കും ഒരു സപ്ലയർ മാത്രമാണ്, പക്ഷേ നമ്മളെല്ലാവരും റിലയൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ വാങ്ങുന്നത്. ബിക്കോസ് ദേ ആർ ഹാവിങ് ദ ബ്രാൻഡ് നെയിം. ഓക്കെ, അങ്ങനെ നമുക്ക് സപ്ലയേഴ്സിനെയും അതേപോലെ മാനുഫാക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇറ്റ് ഗീവ്സ് ദ കൺസ്യൂമർ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ് ഇൻ ബൈയിങ് പ്രൊഡക്ട്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് കൺസ്യൂമറിന്
പല പല ചോയ്സസ് കൊടുക്കും. ഒരു ഷോപ്പിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ തന്നെ നമ്മളൊരു ഷാമ്പൂ എടുക്കാൻ പോയാൽ ഒരു ഷാമ്പൂവിൻ്റെ അടുത്ത് തന്നെ വേറെ പല കമ്പനികളുടെ ഷാമ്പൂസ് ഉണ്ടാവും. സോ വി ക്യാൻ കമ്പയർ വിത്ത് others and select the best one. So there is a freedom of choice in buying the products. Next leads to the improvement in the product due to competition. എപ്പോഴും ഓരോ റൈവൽ കമ്പനി ആയിട്ട് എപ്പോഴും കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുന്നത്. സോ എവറി കമ്പനി വിൽ ബി ട്രൈങ് ടു എക്സൽ ദംസെൽസ്, അല്ലേ, ബാക്കിയുള്ളവരെക്കാളും എക്സൽ ചെയ്യണം തങ്ങൾ എന്ന ഒരു ചിന്തയിലായിരിക്കും ഓരോ കോമ്പറ്റീറ്റേഴ്സും ഉള്ളത്, അല്ലെങ്കിൽ ഓരോ ഫേംസും ഉള്ളത്. സോ ഓൾവേസ് they will try to give the best quality products to their consumers, because consumer loyalty is very important. എപ്പോഴും കൺസ്യൂമർ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങണം, റിപ്പീറ്റഡ് പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സോ വി വിൽ ബി പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ടു ഓൾ ദി consumers. Next one is it simplifies the purchasing transaction, because we know that it is a branded product. The consumers know that it is a branded product and the price will be almost in this range. So the purchasing transaction will be simplified because there is no bargain, anything is there. That is, it simplifies the purchasing transaction. Next, it serves as a warning against a repeated purchase. ഇൻ ദ ഫസ്റ്റ് പർച്ചേസ് ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ആ പ്രൊഡക്റ്റ് നല്ലതല്ല, പ്രൊഡക്റ്റ് ആ കമ്പനി അത്ര ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ല തരുന്നതെന്ന് പറഞ്ഞാൽ, വി ക്യാൻ ഐഡൻറ്റിഫൈ ഇൻ ദ നെക്സ്റ്റ് പർച്ചേസ് ദാറ്റ് ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെയിം കമ്പനി, സോ വി നീഡ് നോട്ട് ബൈ, നീഡ് നോട്ട് ഈവൻ ലുക്ക് ഇൻ ടു ദാറ്റ് സൈഡ് എന്ന് നമുക്ക് ഫസ്റ്റ് പർച്ചേസിൽ റിപ്പീറ്റഡ് പർച്ചേസ് നടത്താതെ നമ്മളെ സേവ് ചെയ്യാൻ സഹായിക്കുന്നു ബ്രാൻഡ് നെയിം. നെക്സ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ കസ്റ്റമർ വാല്യൂ. കസ്റ്റമറിൻ്റെ വാല്യൂ കൂട്ടുന്നുണ്ട്. കസ്റ്റമർ എപ്പോഴും ബ്രാൻഡ് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് സം prestige in that organization. നമ്മൾ അത്രയും ലോയലായിട്ട് നിൽക്കുമ്പോൾ we will be getting some value. These and also it provides the customer with choice. That is always already discussed. That is, it gives the customer greater freedom of choice in buying products. തേർഡ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് സെയിം ആണ്, കുറേ ചോയ്സസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് കൺസ്യൂമേഴ്സിന് ബ്രാൻഡ് കൊണ്ട് അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് വാങ്ങുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ദാറ്റ് ഈസ് he can identify the product at the source itself, he can identify the manufacturer or the supplier, gives the consumer a greater freedom of choice, it leads to improvement due to higher competition, it simplifies the purchasing transaction and also warning against the repeated purchase of a discarded product. Then also it improves the customer value. Similarly, ഈ ബ്രാൻഡ്സ് കൊണ്ട് നമ്മുടെ ഫേമിനും ഇമ്പോർട്ടൻസ് ആണുള്ളത്. വാട്ട് ആർ ദി? ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് ഈസി ടു അഡ്വർടൈസ്. നമ്മളൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിൽ കുറേ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് all the consumers know that it is a branded product and the quality will be the best. So only a mere advertisement is required. Second one, it facilitates as non-price competitive strategy. ഒരു പ്രൈസ് എന്ന കൺസെപ്റ്റിലല്ലെങ്കിലും എപ്പോഴും അതൊരു നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെന്തോ യുണീക്നെസ് ഉണ്ടെന്ന് ഓരോ കൺസ്യൂമേഴ്സിന് മനസ്സിലാവും. ദിസ് ഈസ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ആസ് നോൺ പ്രൈസ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി. നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് ഇത്രയും യുണീക്നെസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് ആ കമ്പനി. ഓക്കെ, ദെൻ ദ തേർഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. പ്രൊഡക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ, പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ബ്രാൻഡഡ് പ്രൊഡക്ട്സിൽ പറ്റും. ഇറ്റ് ഈസ് വെരി ഈസി ടു ഡൈവേഴ്സിഫൈ അവർ പ്രൊഡക്റ്റ് ഇൻ എ ബ്രാൻഡഡ് കമ്പനി. ബ്രാൻഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് വെരി സിമ്പിൾ, ബിക്കോസ് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് വേണ്ട, കൂടുതൽ നമ്മൾ പ്രൈസ് കുറച്ച് ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഈവൻ ഇഫ് വി ആർ ഗിവിങ് ദ പ്രൊഡക്ട്സ് അറ്റ് ദ ഹയർ പ്രൈസ്, കസ്റ്റമേഴ്സ് വിൽ ബൈ ബിക്കോസ് ദേ ആർ ഹാവിങ് ഹയർ ഇൻട്രസ്റ്റ് ഇൻ അവർ പ്രൊഡക്ട്സ് ഡ്യൂ ടു അവർ ബ്രാൻഡ് നെയിം. നെക്സ്റ്റ്, സ്ട്രോങ് ബ്രാൻഡ് ഈവൻ കമാൻഡ്സ് ഹൈ പ്രൈസ് പോയിൻറ്റ്സ് ആൻഡ് ഹയർ മാർജിൻ. ഒരു സ്ട്രോങ്ങർ ബ്രാൻഡ് ആണെങ്കിൽ അവർക്ക് തന്നെ പറയാൻ പറ്റും ഇതൊരു ഹയർ പ്രൈസ്, ഈ പ്രൈസിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് തരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും മാർജിൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ട് തീരുമാനം എടുക്കാം. ബിക്കോസ് ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു നൈക്കിൻ്റെ ഷൂസ് വെച്ചു, നൈക്കിൻ്റെ ഷൂസിന് റേറ്റ് മിനിമം 3000 സ്റ്റാർട്ടിങ് ആണെന്ന് നമുക്കറിയാം. ബിക്കോസ് they know that their product is the best one and they can claim that. ഹയർ പ്രൈസ് ക്ലെയിം ചെയ്താലും നൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് തന്നെ വാങ്ങുള്ളൂ ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി, ആൻഡ് സോ ദേ ക്യാൻ ഗെയിൻ ഹയർ പ്രോഫിറ്റ് ഫ്രം ദോസ്. ദിസ് ഇസ് ദ അനദർ സിഗ്നിഫിക്കൻസ് ടു ദി ഫേം. നെക്സ്റ്റ്, ഇറ്റ് അട്രാക്ട്സ് ദ ബെസ്റ്റ് എംപ്ലോയീസ് ആൻഡ് കീപ് ദം സാറ്റിസ്ഫൈഡ്. എപ്പോഴും ഒരു ബ്രാൻഡഡ് കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം, അല്ലേ? ഇപ്പോൾ ഒരു ഗൂഗിളിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടിയ, അല്ലെങ്കിൽ ആപ്പിളിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ നൺ വിൽ ലൂസ് ദർ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയും അവിടെ എത്തിപ്പെടുക എന്നുള്ള ഒറ്റ ചിന്തയായിരിക്കും. ഓൺലി ദ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് വിൽ ബി ട്രൈങ് ഫോർ ദാറ്റ്, ബിക്കോസ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനായിരിക്കും അത്ര വിശ്വാസമുള്ളത്, ആൻഡ് ദേ വിൽ ബി ദ ടാലൻറ്റഡ് വൺസ് ടു.
സോ എപ്പോഴും അങ്ങനെ ഒരു ബ്രാൻഡഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് ടാലൻറ്റഡ് എംപ്ലോയീസിനെയും കിട്ടും, അതേപോലെ അവരെപ്പോഴും ഹാപ്പിയും ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീസ് ആർ ദി മേജർ. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊമോട്ട്സ് എ കോമ്പറ്റീഷൻ കൂട്ടും ഒരു ഫേമിൻ്റെ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ്. So these are the major significance of a brand to the firms. So we have discussed what are the significance of brands to the consumers and also to the firms. So now we can discuss what is the limitation of brand. ഇപ്പോൾ ബ്രാൻഡ് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ്. സിമിലർലി ഈ ബ്രാൻഡ് നെയിം കാരണം കുറേ പ്രശ്നങ്ങളുണ്ട്. ദാറ്റ് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് ബ്രാൻഡ് വിച്ച് ആർ ഫസ്റ്റ് വൺ കോസ്റ്റ്. ദാറ്റ് ഈസ് ഒരു ബ്രാൻഡ് നെയിം നമുക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ഡിസൈൻസ് വേണം. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോഗോ, ദെൻ ഇറ്റ് ഹാസ് സം കൈൻഡ് ഓഫ് സ്ലോഗൻ, ദർ ഇസ് സം ഡിസൈനിങ് റിക്വയർഡ്. സോ എ ലോട്ട് ഓഫ് ഡിസൈൻസ് ആർ ഓൾസോ റിക്വയർഡ് ആൻഡ് ഓൾസോ എ മാർക്കറ്റിംഗ് പ്രോസസ് റിക്വയർഡ്. സോ ഒരു സ്ട്രോങ് ബ്രാൻഡ് എപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ മെമ്മറബിളായി നിൽക്കണം. സോ ഇനീഷ്യലി നമ്മൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വന്നില്ലെങ്കിലും at the initial time we should give a greater advertisement of our brand. Only then it will be memorized by each of the customers, അല്ലെങ്കിൽ ഈച്ച് ഓഫ് ദ പേഴ്സൺസ് ഇൻ ആ സൊസൈറ്റി. അത് ആ ബ്രാൻഡ് നെയിം ഓർക്കണമെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും, വിച്ച് വിൽ ബി വെരി കോസ്റ്റ്ലി. അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഇത്രയും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നൊരു കോസ്റ്റ്ലി പ്രോസസ് ആയിരിക്കും. സിമിലർലി on creating a brand name or a logo, we may have to pay for the designer, then printing, also business cards. In all these we will be having to pay a greater amount. So these are the costs involved in creating a brand. Second one is higher price. That is, customers have to pay high price for branded products compared to the unbranded products. ഇവിടെ ഹൈ പ്രൈസ് ആയിരിക്കും ബ്രാൻഡഡ് പ്രൊഡക്ട്സിന് കൊടുക്കുന്നത്. ആ ഹൈ പ്രൈസിൽ എല്ലാ കൺസ്യൂമേഴ്സ് വാങ്ങണമെന്നുമില്ല. ഓൺലി ദോസ് ഇഫ് വി ഫൈൻഡ് അവർ പ്രൊഡക്റ്റ് ടു ബി ദ ബെസ്റ്റ് in comparison with the other competitors' product, they will buy our product. So it is very difficult to make a person buy a product at a higher price. Okay, branded product. That is a second limitation of a brand. Third one is low profit margin. That is, always a branded good give low profit margin to the dealers. ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാർജിൻ വളരെ കുറവായിരിക്കും. That is, when the consumers are highly loyal to a brand, the firms enjoy supremacy over the dealers and they will be forced to deal at a profit margin decided by the firm. നമ്മുടെ കൺസ്യൂമേഴ്സ് ആ ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ലോയലാണ്, കസ്റ്റമർ ലോയൽറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ ഡീലേഴ്സ് വിൽ ബി ഫോഴ്സ്ഡ് ടു സെൽ ദ പ്രൊഡക്റ്റ് അറ്റ് ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഫേം ഇറ്റ് സെൽഫ്. ഫേംസ് തീരുമാനിക്കുന്ന പ്രൈസിൽ തന്നെ വിൽക്കേണ്ടി വരും, അല്ലാതെ ഡീലറിന് ഒരിക്കലും പ്രൈസ് കൂട്ടി കുറച്ച് മാർജിൻ കൂട്ടി എടുക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് അനദർ ലിമിറ്റേഷൻ ഓഫ് എ ബ്രാൻഡ്. സോ ഇൻ ഡീലിംഗ് വിത്ത് എ ബ്രാൻഡ് ബൈ എ ഡീലർ ഓരോ ഇടയിലുള്ള intermediaries, it will be very difficult for them to go on with the brand service because the brand price will be fixed by the firm. Okay, and the fourth one is brand monopoly. Branding may lead to the brand monopoly, which is not a desirable situation in a market. Monopoly ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു society അല്ല, because in monopoly there will be no competition, and if there is no competition there will be no ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ പ്രൊഡക്റ്റ്. ഒരിക്കലും ഇംപ്രൂവ്മെൻറ്റ് കാണില്ല. എപ്പോഴും the branded company will be having the control over the price. They can fix the price and ഡിമാൻഡിനെ ബേസ് ചെയ്തായിരിക്കില്ല. സോ അൺഡ്യൂ പ്രൈസസ് എല്ലാം ചിലപ്പോൾ കമ്പനി നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കും. ദിസ് ഇസ് ദ അനദർ പ്രോബ്ലം ഓഫ് ബ്രാൻഡിങ്, ദാറ്റ് ഇസ് ബ്രാൻഡ് മോണോപ്പൊളി. മോണോപ്പൊളി വിൽ ബി exercised by those companies whose product is a branded product. Okay, and the last one, it is impersonal. That is, many branded business lose their personal image on being a brand product. That is, the ability to deal on the personal basis with consumers is one of the greatest or the biggest advantage small business have. And poorly designed branding would give the customer the impression that the business is losing its personal touch. Impersonal ആയിപ്പോൾ, അല്ലാതെ ഒരു നോർമൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് അടുത്ത് നിൽക്കും, നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ ബ്രാൻഡഡ് കമ്പനി, ദ റിലേഷൻഷിപ്പ് ഓർ ദി പേഴ്സണൽ ടച്ച് വിൽ ബി റെഡ്യൂസ്. ദീസ് ആർ ദി മേജർ ലിമിറ്റേഷൻസ് ഓഫ് എ ബ്രാൻഡ്. ദാറ്റ് ഈസ്, cost will be very high at the initial stage. Higher prices will be charged by the branded products which will not be able to be owned by the other consumers.
then low profit margin will be go to the dealers. Then brand monopoly is not encouraged in our society because there will be no competition. If there is no competition, the quality will be not compromised, it will be always compromised. And the last one, personal touch will be lost in a branded company. So these are the major limitations of a brand. So we have discussed what are the significance of brand and also the limitations of brand. ഇനി നമ്മളൊരു പ്രൊഡക്റ്റും ബ്രാൻഡുമായിട്ട് എന്താ വ്യത്യാസം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൊഡക്റ്റ് ആൻഡ് എ ബ്രാൻഡ്? ഇറ്റ് ഈസ് ബീയിങ് ഡിസ്കസ്ഡ്. സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഓർ ടാഞ്ചിബിൾ ഐറ്റം, തൊട്ടറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൊഡക്റ്റ്. പക്ഷേ ബ്രാൻഡിനെ ഒരിക്കലും തൊട്ടറിയാൻ പറ്റില്ല. അതൊരു പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ ഐഡൻറ്റിറ്റി വിച്ച് സാറ്റിസ്ഫൈ ആൻ ഇമോഷണൽ നീഡ്. നമുക്ക് അങ്ങനെ വേണം എന്നത് സാറ്റിസ്ഫൈ ചെയ്തു തരുന്ന ഒരു ക്വാളിറ്റി ഓർ an identity is just a brand. Second, product refers to what the organization is selling with the profit motive. Profit motiveന് വേണ്ടി നമ്മൾ എന്താണോ വിൽക്കുന്നത് അതാണ് പ്രൊഡക്റ്റ്. ബട്ട് ബ്രാൻഡ് ഇസ് ആൻ ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഇമേജ് ആണ് ബ്രാൻഡ്. ദെൻ പ്രൊഡക്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് തിങ്സ്, വെറാസ് ബ്രാൻഡ് സ്റ്റാൻഡ്സ് ഫോർ അഷ്വറൻസ് ഓഫ് ദ ഗുഡ് ക്വാളിറ്റി പ്രാക്ടിക്കബിലിറ്റി എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക് തിങ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കാർ എങ്ങനെ പറയാം. പക്ഷേ ഇൻ കേസ് ഓഫ് എ ബ്രാൻഡ് വി വിൽ ക്ലാസിഫൈ മൊബൈൽ ഫോൺ സാംസങ്, ഇപ്പോൾ ഒരു കാർ എന്ന് പറഞ്ഞാൽ ടാറ്റ, ഒരു മാരുതി ആൻഡ് ടൊയോട്ടോ, ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ആപ്പിൾ. അങ്ങനെ നമ്മൾ ഓരോ ബ്രാൻഡ് നെയിം എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ബ്രാൻഡ് വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ് ഫോർ സെർവിങ് ദ ഡിസൈർസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്നത്, അല്ലേ? അതേപോലെ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് ഓൾവേസ് ഒബ്ജക്റ്റീവ്, ഇപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും. And in case of brand, it is a symbolic meaning associated with an organization. ഒരു സിംബോളിക് മീനിങ് മാത്രമായിരിക്കും. അതേപോലെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ, നമ്മുടെ മുൻധാരണയായിരിക്കും ഒരു ബ്രാൻഡിന് ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രൊഡക്റ്റ് എന്നത് വരുന്നതാണ് ബ്രാൻഡ്. സിമിലർലി ഇറ്റ് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് വിത്ത് ദി കൺസ്യൂമേഴ്സുമായിട്ട് ഒരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് ബ്രാൻഡ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് സെല്ലിംഗ് ആണ് പ്രൊഡക്റ്റ് നോക്കുന്നത്. ഇറ്റ് ഈസ് just serving the purpose of selling, whereas in brand it establish a relationship of trust with the consumers. And last we can see some of the examples. brand നേരത്തെയും പറഞ്ഞായിരുന്നു, ഇപ്പോൾ മൊബൈൽ ഫോൺ, കാർ, ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നതാണ് പ്രൊഡക്റ്റ്. ഓർ ഐസ്ക്രീം, കോൾഡ് ഡ്രിങ്ക്സ്, പിസ്സ, these all are brand, but these all are products. And for brand എന്ന് പറഞ്ഞാൽ Pond's, Pepsi, Pizza Hut, these are the brand. So there are many difference between the product and the brand. So first, physical and tangible item, emotional identity. So you just want to write a short note on what is the difference between product and brand. This is your small assignment ആയിട്ടുള്ള നോട്ടായിട്ട് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അതിൻ്റെ നോട്ടിൻ്റെ മാത്രം ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ടുഡേയ്സ് വർക്ക്. സോ നമ്മൾ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ ബ്രാൻഡിങ്. പ്രൊഡക്റ്റും ബ്രാൻഡും എന്താണെന്ന് കണ്ടു. അതേപോലെ ബ്രാൻഡ് കൊണ്ട് നമുക്കും കൺസ്യൂമേഴ്സിനും അതുപോലെ ഫേമിനും എന്തെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ബ്രാൻഡിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ബ്രാൻഡിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ബ്രാൻഡിങ്? AMA എന്ന് വെച്ചാൽ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ has defined a brand as a name, term, sign or a symbol or a design or a combination of them. പേരിൻ്റെയോ ടേമിൻ്റെയോ സൈനിൻ്റെയോ സിമ്പിളിൻ്റെയൊക്കെ കോമ്പിനേഷനും ആകാം. ഇൻറ്റൻഡഡ് ടു ഐഡൻറ്റിഫൈ ദി പ്രൊഡക്റ്റ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് വൺ സെല്ലർ ഓർ ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് അതർ സെല്ലേഴ്സ്. ഒരു സെല്ലറിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ വേറൊരു സെല്ലറിൻ്റെ അതോ ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേരോ ഒരു ടേമോ ഒരു സിമ്പിളോ ഒരു ഡിസൈനോ അതോ ഇതിൻ്റെ കോമ്പിനേഷനോ, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് മെയിൻറ്റെയിൻ എ ലോയൽ കസ്റ്റമർ ബേസ്. ബ്രാൻഡ് എപ്പോഴും നമ്മുടെ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഹാർട്ട്സിലുണ്ടാവും. ബ്രാൻഡ് നെയിം എപ്പോഴും അവരുടെ മനസ്സിലായിരിക്കും റിസൈഡ് ചെയ്യുന്നത്. സോ എന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസും ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള മുൻധാരണയുടെ ഒരു സം ടോട്ടലായിട്ട് നമുക്ക് ബ്രാൻഡിനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രാൻഡ് എപ്പോഴും ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ബ്രാൻഡിങ്ങിലൂടെ പറ്റും.
സിമിലർലി ഇറ്റ് വിൽ ഗീവ് എ പ്രോമിസ് ടു ദ കൺസ്യൂമർ. ഒരു പ്രോമിസ് കൊടുക്കും, ഞങ്ങളുടെ പ്രൊഡക്റ്റ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുതരത്തുള്ളൂ. ദർ ഇസ് എ കൈൻഡ് ഓഫ് പ്രോമിസ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് പെർസെപ്ഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കൺസ്യൂമർ. എപ്പോഴും പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഉറപ്പായിരിക്കും, ഒരു പ്രോമിസ് ആയിരിക്കും ബ്രാൻഡ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. ദീസ് ആർ ദി സം ഡീറ്റെയിൽസ് ഓഫ് ബ്രാൻഡിങ്. വെച്ചാൽ ലോയൽ കൺസ്യൂമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനെ എടുക്കുന്നത്. ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ്. സോ വി ക്യാൻ മൂവ് ഇൻ ടു സം ഓഫ് ദി കൺസെപ്റ്റ്. ഒരു ബ്രാൻഡിൽ എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ് ഉള്ളത്? ദർ ആർ മെനി കൺസെപ്റ്റ്സ് ലൈക്ക് ദ ഫസ്റ്റ് വൺ ഈസ് ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഒരു പേര് മാത്രം. അപ്പോൾ ബ്രാൻഡിനെ ആ പേരെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ കമ്പനിയുടെ പേരാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഡീലറിൻ്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൻ്റെ പേരാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ കെല്ലോഗ്സ് എന്നുള്ളത് ഒരു ബ്രാൻഡ് നെയിമാണ്. സോ ദിസ് ഇസ് കോൾഡ് ബ്രാൻഡ് നെയിം. ദെൻ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫണ്ടമെൻ്റൽ ടു ദ കൺസ്യൂമർ റെക്കഗ്നിഷൻ. പെട്ടെന്ന് അത് കാണുമ്പോൾ, ബ്രാൻഡ് ഐഡൻറ്റിറ്റി കാണുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് എന്താണെന്നും അതുപോലെ അത് ആരുടെയാണെന്നും കസ്റ്റമറിൻ്റെ മനസ്സിൽ വരണം. അതാണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതൊരു സിംബലൈസേഷനാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡിനെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. അതൊരു പേരാവാം, അതല്ലെങ്കിൽ ഒരു വിഷ്വൽ അപ്പിയറൻസ് ആയിരിക്കാം. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ബ്രാൻഡ് പേഴ്സണാലിറ്റി. ദാറ്റ് ഈസ് ദ അട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ടു എ ബ്രാൻഡ് ആസ് എ വേ ടു അച്ചീവ് ഡിഫറൻസിയേഷൻ. ഒരു ആളുടെ പോലത്തെ ഒരു ഫീലിംഗ് കൊടുക്കുന്നു ആ പ്രൊഡക്റ്റിന്. ഒരു സീരിയസ്നെസ്, അല്ലെങ്കിൽ ഒരു വാംത്ത്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ, അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേം മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഗ്രാഫിക്സിലൂടെ പാക്കേജിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെഡ് ബുൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്. റെഡ് ബുൾസിൻ്റെ പിക്ചർ നമുക്കറിയാം, 2 ബുൾസിനെ നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് എൻ എനർജൈസിങ് ഡ്രിങ്ക് ആണെന്നും അറിയാം. അപ്പം ആ പടത്തിലൂടെ ആ ബുൾസിൻ്റെ പടം കാണുമ്പോൾ തന്നെ, അതേപോലെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പേഴ്സണാലിറ്റി മനസ്സിലായി. ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എനർജി ഉള്ളൊരു പ്രൊഡക്റ്റാണ് എന്നത് പേഴ്സണാലിറ്റി. ദിസ് ഈസ് കോൾഡ് ബ്രാൻഡ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ബ്രാൻഡ് പ്രോമിസ്. It is a statement from the brand owner to the consumer that they will get anything they expect from the brand. അവർ വിശ്വസിക്കുന്ന എല്ലാം അവരുടെ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും എന്ന പ്രോമിസ് കൊടുക്കുന്നതാണ് ബ്രാൻഡ് പ്രോമിസ്. അത് ചിലപ്പോൾ എംപ്ലോയീസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിലൂടെ ആയിരിക്കാം, സർവീസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസിലൂടെ ആയിരിക്കാം. ഇതിലെല്ലാം കൊണ്ട് നമ്മളൊരു പ്രോമിസ് കൊടുക്കുകയാണ് കൺസ്യൂമേഴ്സിന്. ദേ വിൽ ഗെറ്റ് വാട്ട് എവർ ദേ നീഡ് ഫ്രം ദി പ്രൊഡക്റ്റ് ദേ എക്സ്പെക്റ്റ്. എന്തൊക്കെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ, അത് റീച്ച് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റിന് പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബ്രാൻഡ് ഇക്വിറ്റി ഓർ വാല്യൂ. ദാറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് എ ബ്രാൻഡ് ടു ദി ബ്രാൻഡ് ഓണർ ആൻഡ് റിഫ്ലക്ട് ദ എക്സ്റ്റെൻറ്റ് ടു ദ ബ്രാൻഡ് ഫ്രാഞ്ചൈസ് ഇസ് കോൾഡ് ബ്രാൻഡ് വാല്യൂ. ഇറ്റ് ഈസ് ഇൻ കേസ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ബ്രാൻഡ് മേ അറൈസ് ഔട്ട് ഓഫ് കസ്റ്റമർ ലോയൽറ്റി. Brand value may also arise in terms of staff retention benefits, that is ability of the consumer to the company to attract and retain the skill എംപ്ലോയീസ്. എന്ന് വെച്ചാൽ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാൻ പല ടേംസിൽ പറയും. നമുക്ക് ഫേമിന് തന്നെ ഒരു വിശ്വാസം, അവരുടെ ബ്രാൻഡിൻ്റെ മേലുള്ള വിശ്വാസമാകാം, അതല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിൻ്റെ മേലുള്ള വിശ്വാസമാവാം, കസ്റ്റമറിൻ്റെ ലോയൽറ്റി ആവാം, സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങുന്നു, അതും ബ്രാൻഡ് വാല്യൂയിലേക്ക് ആഡ് ചെയ്യും. അതേപോലെ നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുകയാണ്, അവരെ റീറ്റെയിൻ ചെയ്യാൻ, ടാലൻറ്റഡ് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം ബ്രാൻഡ് വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റിയിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നതാണ്. So this is called brand equity. Next one is brand awareness. Awareness എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ അല്ലെങ്കിൽ എത്ര പോപ്പുലേഷനാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നത്, അതാണ് ബ്രാൻഡ് അവെയർനെസ്. അത് 2 ടൈപ്പ് ഉണ്ട്, സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ പ്രോംപ്റ്റഡ്. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ബ്രാൻഡിനെ പറ്റി അറിയുന്ന ഇതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് അവെയർനെസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഒരു ലിസ്റ്റിലൂടെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് അവരെ അറിയിക്കും. ദാറ്റ് ഈസ് ഇറ്റ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു റെക്കഗ്നൈസ് എ ബ്രാൻഡ് ഫ്രം എ പെർട്ടിക്കുലർ കാറ്റഗറി വെൻ ഷോൺ ഇൻ എ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് കൊടുക്കും, നമ്മുടെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് പ്രോംപ്റ്റഡ് അവെയർനെസ്. ഓക്കെ, ദീസ് ആർ 2 ടൈപ്സ് ഓഫ്. ഇപ്പം നമ്മളൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോകുമ്പോഴേ നമ്മുടെ മനസ്സിൽ കോൾഗേറ്റാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് അവെയർനെസ് കൊണ്ടുണ്ടാവുന്ന ഡിസിഷനാണ്. നമുക്ക് പേസ്റ്റ് എന്ന് പറയുമ്പോൾ കോൾഗേറ്റാണ് ഓർമ്മ വരുന്നതെങ്കിൽ. എന്നാൽ നമ്മൾ ആ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴാണ്
ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അവിടെ കോൾഗേറ്റ് ആണോ, പെപ്സിഡൻറ്റ്, സിബാക്ക, ക്ലോസപ്പ്, ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് പേസ്റ്റ് അവൈലബിൾ. സോ ഫ്രം വിച്ച് വി ആർ സെലക്ടിങ് ദ കോൾഗേറ്റ്, then it means that it is a prompted awareness. നമ്മളത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകും കോൾഗേറ്റ് മതി എന്ന രീതിയിൽ നമ്മൾ മാറുന്നത്. ദിസ് ഇസ് ദ ബ്രാൻഡ് അവെയർനെസ്, വിച്ച് ആർ 2 types, spontaneous awareness and prompted awareness. Next one is brand architecture. Brand architecture means how an organization structure and names the brands within its portfolio. പല ടൈപ്പിലുള്ള ബ്രാൻഡ് ഉണ്ടാവും അല്ലേ, പല ടൈപ്പിൽ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവും ഒരു കമ്പനിക്ക് തന്നെ. എന്നാൽ ഈ ഓരോ പ്രൊഡക്റ്റിനും വെച്ചാൽ അതൊരു പോർട്ട്ഫോളിയോ പോലെ പല പല പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ബ്രാൻഡ് നെയിം കൊടുക്കും എന്നതാണ് ബ്രാൻഡ് ആർക്കിടെക്ചറിൽ വരുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനുള്ള ഓരോ ബ്രാൻഡ്സിനും എന്തൊക്കെ പേര് കൊടുക്കുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് 3 രീതിയിൽ പറയാം: മോണോലിത്തിക്, എൻഡോസ് ആൻഡ് ഫ്രീ സ്റ്റാൻഡിങ്. 3 types of brand architecture is there. First one is monolithic, that is where the corporate name is used on all products and service offered by the company. എല്ലാ പ്രൊഡക്റ്റും, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും ഒരേ ബ്രാൻഡ് നെയിം കൊടുക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് മോണോലിത്തിക് ബ്രാൻഡ് ആർക്കിടെക്ചർ. ദാറ്റ് ഈസ് സോണിയുടെ എല്ലാ പ്രൊഡക്റ്റും, സോണിയുടെ ഫോൺ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും TV ആണെങ്കിലും VCD പ്ലെയർ ആണെങ്കിലും എല്ലാത്തിനും ഒരേ പേരായിരിക്കും. ഓർ സ്പീക്കേഴ്സ്, എനിവെയർ, എവറിത്തിങ് വിൽ ബി കോൾഡ് ആസ് സോണി, വേറൊരു പേരില്ല. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഇറ്റ് ഈസ് നോൺ ആസ് മോണോലിത്തിക്. Second one is endos, that is where all sub-brands are linked to the corporate brand by means of either a verbal or visual endorsement. എന്ന് വെച്ചാൽ ഇപ്പോൾ ടാറ്റയുടെ തന്നെ 2 കാറുണ്ടെന്ന് വെച്ചോ, ടാറ്റ ഇൻഡിക്ക ആൻഡ് ടാറ്റ സഫാരി. ഇൻഡിക്ക സഫാരി എന്നല്ല അവരെ അറിയപ്പെടുന്നത്, ടാറ്റ ഇൻഡിക്ക, ടാറ്റ സഫാരി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മെയിൻ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ പുതിയ ബ്രാൻഡ് നെയിം ഇടുന്നു. ഇങ്ങനെ വരുന്നതിനാണ് എൻഡോസ് എന്ന് പറയുക. ഒന്നെങ്കിൽ പേരിടാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മാത്രം വെച്ചിട്ട് അതർ നെയിം, നമ്മുടെ കമ്പനിയുടെ സിമ്പിൾ വെക്കും, എന്നാൽ അടുത്ത പേരും ഉണ്ടാവും. ഇപ്പോൾ നെസ്ലയുടെ തന്നെ അല്ലെങ്കിൽ കാഡ്ബറിയുടെ തന്നെ പല പ്രൊഡക്റ്റുകളുണ്ടാവും. അപ്പോൾ പല പ്രൊഡക്റ്റിനും പല പല പേരാണ്. ഇപ്പോൾ ആൽഫൻലീബെ, അതുപോലെ പല സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും പല പല പേരുണ്ടാവും. പക്ഷേ നമ്മളുടെ ഒരു കാഡ്ബറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെസ്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ഇതിൻ്റെ മുകളിലുണ്ടാവും. സച്ച് കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഈസ് നോൺ ആസ് എൻഡോസ്ഡ് ബ്രാൻഡ് architecture. So this is the second one. Third one is freestanding. That is when the corporate brand operates merely as a holding company and each product is individually branded for its target. പല പ്രൊഡക്റ്റുകൾക്കും, ഒരു കമ്പനി ഉണ്ടാക്കുന്ന പല പ്രൊഡക്റ്റുകൾക്കും പല പേര് കൊടുക്കുന്നു. ദിസ് ഇസ് കോൾഡ് ദി ഫ്രീ സ്റ്റാൻഡിങ്. എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ HUL എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലക്സ്, ക്ലിനിക് പ്ലസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ലക്സ് എന്ന് പറഞ്ഞൊരു സോപ്പാണ്, ക്ലിനിക് പ്ലസ് എന്ന് പറയുന്നത് ഷാമ്പു ആണ്. ബട്ട് ദീസ് 2 ആർ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസ് അല്ലെ. HULൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും രണ്ടിനും HUL എന്നല്ല പേര്. സോപ്പിന് ലക്സ് എന്ന പേരും അതേപോലെ ഷാമ്പൂവിന് ക്ലിനിക് പ്ലസ് എന്ന പേരും കൊടുത്തു. ദാറ്റ് ഇസ് ഫ്രീ സ്റ്റാൻഡിങ്. 2 പേരും ഒറ്റയ്ക്കാണ് ബ്രാൻഡ് നെയിമിൽ നിൽക്കുന്നത്. ദാറ്റ് ഇസ് ദ ഫ്രീ സ്റ്റാൻഡിങ് brand architecture. So these are the 3 types of brand architecture. Next concept is the brand association. What is meant by brand association? Means that the feelings, beliefs and knowledge that the consumer have about the or the customers have about the brand. These associations are derived as a result of experience and must be consistent with the brand positioning and the basis of differentiation. For example, LIC എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. LIC എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അതിൽ നമുക്കറിയാം ഇത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന കമ്പനിയാണ്. അവർ ക്ലെയിംസ് എടുക്കും. ദാറ്റ് ഈസ് നമ്മളൊരു LIC പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ ഫാമിലിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. ക്ലെയിം ചെയ്താൽ മതി, അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. ദേ വിൽ സീ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഒള്ളി. പിന്നെ അതിൻ്റെ പേയ്മെൻ്റ് എന്ന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നോളജും ബിലീഫും അവരുടെ ഫീലിങ്സും എല്ലാം നമുക്കറിയാം. ബ്രാൻഡിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മിക്സ് ചെയ്ത് അറിയുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് LIC ആണ്. സോ ദീസ് were the some of the concepts that we have discussed. ബാക്കിയുള്ള കൺസെപ്റ്റ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് സം ഓഫ് ദ കൺസെപ്റ്റ് ലൈക്ക് ബ്രാൻഡ് നെയിം, ഐഡൻറ്റിറ്റി, പേഴ്സണാലിറ്റി, പ്രോമിസ്, ഇക്വിറ്റി, അവെയർനെസ്, ആർക്കിടെക്ചർ ആൻഡ് അസോസിയേഷൻ. സോ ഇതിനകത്ത് ആർക്കിടെക്ചറിൽ തന്നെ മോണോലിത്തിക്, എൻഡോസ്ഡ് ആൻഡ് ഫ്രീ സ്റ്റാൻഡിംഗ് എന്നുള്ള 3 ടൈപ്പും പഠിച്ചു brand architecture. So along with your assignment of the difference between the product and brand, you should write a short note on the 3 types of brand architecture too. ഈ 3 ടൈപ്സിനെ എഴുതുക. അതുപോലെ ഇവരുടെ മീനിങ് എന്താണെന്നും അതിനോരോ എക്സാമ്പിൾസ് വെച്ചും നിങ്ങൾ
ഒന്ന് എഴുതണം. അതൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, സോ these were the topic that were discussed today. So we have discussed what are the characteristics of good brand name, then the significance of the brand to the consumer and also to the firm, and some of the limitations of these brand, then the difference between the product and a brand, then what is meant by branding, and also some of the concepts of branding. Hope that you all understood what was taken today. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അസൈൻമെൻറ്റിനെ പറ്റിയിട്ടോ ക്ലാസ്സിനെ പറ്റിയിട്ടോ ഏതെങ്കിലും സബ്ജക്റ്റിനെ പറ്റിയിട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. സോ we can end today's session and we can meet in the next lecture. Thank you.